വളരെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മേപ്പാടിയിൽ, വയനാട്ടിൽ മേപ്പാടിയിൽ ഒരു 16-കാരി പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, തൂങ്ങി മരിച്ചു. അപ്പോൾ അതിൻ്റെ കാരണം നോക്കിയപ്പോഴാണ് നമുക്ക് അങ്ങേയറ്റം സങ്കടം വരുന്നത്. ആ കുട്ടിയുടെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് കഴിയുന്നവരാണ്. ഈ കുട്ടി അച്ഛനോടൊപ്പമായിരുന്നു. അതിന് കഴിഞ്ഞ 2024 മുതൽ, ഇപ്പോൾ 2 വർഷമായി, 2024 മുതൽ ആ കുട്ടിയെ ശാരീരികമായി അങ്ങ് ദുരുപയോഗം ചെയ്തുകൊണ്ട് ലൈംഗികമായി ദുരുപയോഗം ചെയ്യുകയായിരുന്നു. അതിൻ്റെ ഒരു അടുത്ത ബന്ധുവും അയൽക്കാരനും കൂടാണ് മാറി മാറി അതിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടി അങ്ങനെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്തു. ഏതാണ്ട് കഴിഞ്ഞ 2024 മുതൽ അതാകെ മാനസികമായിട്ട് അങ്ങ് തകർന്നു. കാരണം ഇത് പ്രതികരിക്കാനൊന്നും ഒരു മാർഗ്ഗമില്ല. അതിൻ്റെ ഒരു കാരണം ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വ്യവസ്ഥിതി എന്ന് പറയുന്ന ഈ രീതിയിലാണ്. ഉദാഹരണമായിട്ട് പെൺമക്കളെ ഇതുപോലെ ദുരുപയോഗം ചെയ്യുന്ന, ശാരീരികമായി ദുരുപയോഗം ചെയ്യുന്ന, ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുന്ന അച്ഛന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഈ ഉപദ്രവത്തെക്കുറിച്ച് പതുക്കെ ഈ കുട്ടി അമ്മയുടെ അടുത്തൊന്ന് പറയാൻ നോക്കും. ഉടനെ അത് നിനക്ക് തോന്നിയതായിരിക്കും, അച്ഛൻ കയറി പിടിക്കുന്ന അത് തോന്നിയതായിരിക്കും. അല്ല, അങ്ങനല്ല, എനിക്കതങ്ങ് വല്ലാതെ മിണ്ടരുത്, പുറത്ത് മിണ്ടരുത് നീ. കാരണം എന്തോന്നറിയോ, ഈ അമ്മയ്ക്ക് അച്ഛനെ വേണം. അതാണ് പ്രശ്നം. ഈ അമ്മയ്ക്ക് അമ്മയുടെ ഭർത്താവിനെ വേണമല്ലോ. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. അത് അവർക്ക് ശാരീരികമായ തൃപ്തിക്ക്, ലൈംഗികമായ തൃപ്തിക്ക് ഇയാളെ വേണം. അത് കൂടാതെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇയാൾ ആവശ്യം കാണും. കാരണം ഇയാളുടെ വരുമാനമായിരിക്കും ചിലപ്പോൾ ഉള്ളത്. ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് ഇതേപോലുള്ള ഒരുത്തനെ ആണെങ്കിൽ ഒരിക്കൽ ഒരു പെൺകുഞ്ഞ് എനിക്ക് ഒരു ലെറ്റർ അയച്ചതിന് ഞാൻ ശരിക്ക് എൻ്റെ ഒരു സ്റ്റാഫിനെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് മുമ്പ്. അവനെ വിളിച്ച് ചോദിച്ചപ്പോൾ ആദ്യം ഒന്നുമില്ല, ഈ കൊച്ചിന് കിടന്നുറങ്ങാൻ ഒക്കത്തില്ല വീട്ടിൽ. അത് കൗൺസിലിങ്ങിന് സ്കൂളിൽ പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞു കൊടുത്താണ് ഒരു ലെറ്റർ എഴുതി എനിക്ക് അയച്ചത് നേരിട്ട്. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് പ്രിൻസിപ്പൽ ജില്ലാ ആയിട്ടിരിക്കുമ്പോഴാണ് ഞാനിത് പിടികൂടി എന്ന് പറഞ്ഞാൽ അവനെ വിളിച്ചു ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയില്ല ഇത് സാറേ, ഞാനേ മദ്യപിച്ചു കഴിഞ്ഞാൽ ഓർക്കാതെ ചിലപ്പം ഇങ്ങനെ സംഭവിച്ചു പോകും. മദ്യപിച്ചു കഴിഞ്ഞാൽ ഈ കൊച്ചിനും കൂടെ കയറി കിടക്കുമേ, അതാവൻ പറയുന്ന മലയാളത്തിൽ. പിന്നെ ബാക്കി ഞാൻ എങ്ങനെ പെരുമാറി എന്നുള്ളതൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഏതായാലും അതിൻ്റെ ഉപദ്രവം നിന്നു. അതിൻ്റെ ടീച്ചറും വന്നു, ഈ കുട്ടിയെ കൊണ്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് നന്ദി പറയാൻ വന്നു. ഇപ്പം അവനെ കൊണ്ട് ശല്യമില്ല എന്ന് പറയാനായിട്ട്. പിന്നീട് ഏതാണ്ട് ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം ആ കുട്ടിക്ക് ഒരു ദിവസം പോലും വീട്ടിൽ കിടക്കാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് അമ്മയുടെ അടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ അമ്മ അവന് വേണ്ടി നിൽക്കൂ, കാരണം അവൻ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അവൻ്റെ ശമ്പളം വേണം, അതാ കാര്യം. അപ്പോൾ ഇത് ഇങ്ങനെ ഈ വ്യവസ്ഥിതി നടക്കുന്നിടത്തോളം കാലം ഈ പെൺകുഞ്ഞുങ്ങളുടെ ഈ കരച്ചിലുണ്ടല്ലോ ആരും കേൾക്കത്തില്ല. ഈ കുട്ടിയുടെ കരച്ചിൽ ഇവരാരും കേട്ടിട്ടില്ല. ഈ അച്ഛൻ ഒന്നാമത് അമ്മ വേർപെട്ട് താമസിക്കുകയാണ്, അച്ഛൻ വേറെയാണ്, അച്ഛൻ്റെ കൂടെ താമസിക്കുകയാണ്, വേറെ മാർഗമില്ല. അവസാനം ഇത് നിവൃത്തിയില്ലാതെ അത് ഈ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ, സ്കൂളിൽ കൗൺസിലിങ്ങിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു സഹപാഠിയോട് ഈ വിവരം പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന്. ആ കുട്ടി ഇച്ചിരി ബോധമുള്ളതായതുകൊണ്ട് അത് ടീച്ചറെടുത്ത് പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതിനുണ്ടെന്ന്. അങ്ങനെ ഇതിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോഴാണ് ഈ വിവരങ്ങൾ വെളിയിലേക്ക് വരുന്നത്. പുറത്തായി കഴിഞ്ഞ 11-ന് യവന്മാരെ 2 പേരെ അറസ്റ്റ് ചെയ്തു പോലീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേസ് എടുക്കാറുണ്ട് സാധാരണഗതിയിൽ. ഒരു സംഭവത്തിലൊഴികെ ബാക്കി മിക്കവാറും 1-2 സംഭവങ്ങളിലൊഴികെ ബാക്കി എല്ലാത്തിലും ഇതിൽ കേസ് എടുത്തേക്കുന്നതായിട്ടാണ് എനിക്കറിയാവുന്നത്. ഒരു സംഭവം ഒതുക്കി തീർക്കാനൊക്കെ നോക്കി, പക്ഷേ അതൊന്നും നടന്നില്ല. അപ്പോൾ ഏതായാലും അത് കേസുമായി. പിന്നെ ആ പ്രതി ഇപ്പോൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കാരണം അവൻ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അവൻ്റെ രക്ഷ. അധ്യാപകനാണെന്നാണ് പറയുന്നത്. ഇവനൊന്നും അധ്യാപകനെന്ന് വിളിക്കാൻ ഒക്കത്തില്ല. അപ്പം അത് പോയിക്കോട്ടെ. ഇപ്പം ഇവിടെ ഈ കുട്ടി എന്നിട്ടിത് ഈ അറസ്റ്റൊക്കെ കഴിഞ്ഞു. ഇത് ആകെ വിഷാദത്തിലായി. വിഷാദം എന്ന് പറഞ്ഞാൽ യവന്മാരെ അറസ്റ്റ് ചെയ്തു. കാരണം ഇതാണ്, ഇതിന് പിന്നെ ഉള്ള ആ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഡിപ്രഷനിലേക്ക് നയിക്കും. കാരണം
ഇതിന് പ്രോപ്പറായിട്ട് കൗൺസിലിംഗ് വീണ്ടും കൊടുക്കണം, തുടർച്ചയായിട്ട് കൊടുക്കണം. അത് മാത്രമല്ല, ഇതിനെ യഥാർത്ഥത്തിൽ ഒരു സേഫായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അതൊക്കെ പോലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ചൈൽഡ് ലൈൻ പ്രവർത്തകരും ചെയ്യേണ്ട കാര്യമാണ്. അതൊന്നും ചെയ്തില്ല. ഈ കുട്ടി ഇതുപോലെ ഇതായിക്കഴിഞ്ഞു. ഇതിൻ്റെ മാനസിക സംഘർഷം വളരെ വലുതാണ്. അത് ആലോചിക്കുമ്പോൾ യവന്മാർ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചു, അവന്മാരെ അറസ്റ്റിലായി, ഇനി യവന്മാരെ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ എന്ത് ചെയ്യും, ഈ അച്ഛൻ ഉൾപ്പെടെ ഉള്ളവന്മാർ ഇതിനെ എന്ത് പറയും എന്നൊക്കെ ഉള്ള ഒരുപാട് മാനസിക സംഘർഷം ഈ കുട്ടിക്കുണ്ട്. താങ്ങാൻ പറ്റുന്ന 16 വയസ്സേ ഉള്ളൂ അതിന്. ആ കുഞ്ഞ് അവസാനം കണ്ടത് തൂങ്ങി വരണം എന്നുള്ള പ്രതിവിധിയാണ്. നമ്മളെപ്പോഴും വിളിച്ചു പറയും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ. അത് പറഞ്ഞാൽ മനസ്സിലാവുന്നവരോട് പറഞ്ഞേ ഒക്കുള്ളൂ. ഈ 16 വയസ്സുകാരി കുഞ്ഞിൻ്റെ അടുത്ത് ഇതേപോലുള്ള ഉപദ്രവങ്ങൾ 14 വയസ്സ് മുതൽ ഈ പീഡനം അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹിച്ചുകൊണ്ടിരുന്നതിന് ശേഷം ഇത്രയും മാനസിക സംഘർഷം ഉണ്ടായപ്പോൾ അതിനെ അതേപോലുള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് പകരം അതിനെ അങ്ങ് വിട്ടു. ഇതാണ് പ്രശ്നം. ഈ വിട്ട സിസ്റ്റം എന്ന് പറയുന്നതുണ്ടല്ലോ നമ്മുടെ, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. അങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഇവരെല്ലാം ഉത്തരവാദികളാണ്. ഇതിൻ്റെ പിന്നിലുള്ള ഇത് പോലീസായാലും അതേപോലെ തന്നെ അവിടുത്തെ ചൈൽഡ് ലൈൻ പ്രവർത്തകരായാലും ഇവരെല്ലാം ഇതിൻ്റെ ഉത്തരവാദികളാണ്. എന്തിനീ മെക്കാനിസമൊക്കെ ഇതുപോലെ നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന് ഇത്രയും മാനസിക സംഘർഷം സഹിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വേറെ മാർഗമില്ല. ആ കുഞ്ഞ് ആത്മഹത്യ ചെയ്തു. എന്ത് കഷ്ടമാണ്. എത്ര ജീവിതങ്ങൾ ഇങ്ങനെ പൊലിയുന്നു നമ്മൾ നോക്കണം, കാണണം, ചിന്തിക്കണം. ഇങ്ങനെയുള്ള നരാധമന്മാർ ഒരുപാട് പേരുണ്ട് ഇതുപോലെ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്ന പീഡോഫൈൽസ് എന്നാണ് ഇവർ പറയുന്നത്. ഈ പീഡോഫൈൽസിനെ കയ്യിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്ങനെയെങ്കിലും അവർ ജീവിച്ചു പോയനെ, ഒരു രക്ഷയില്ല, സമ്മതിക്കത്തില്ല. യവന്മാരെല്ലാം കൂടെ കൊത്തിപ്പറിക്കും. കഴുകന്മാർ വട്ടമിട്ട് പറക്കും കുഞ്ഞുങ്ങളുടെ മുകളിൽ ഇതുപോലെ. ആ കഴുകന്മാരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ. ലൈംഗികമായിട്ട് ഈ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ നടക്കുന്ന കഴുകന്മാർ. ഇതിൽ നല്ലത് ശവം കൊത്തി വലിക്കുന്നതല്ലേ. അവന്മാർ വന്ന് ഇതിൻ്റെ ശവം കൂടെ കൊത്തി തിന്നുകൊണ്ട് പോട്ടെ. അങ്ങനെയും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതുപോലുള്ളവരെ യഥാർത്ഥത്തിലുണ്ടല്ലോ, നാട്ടുകാരും എല്ലാം ഇതിനകത്ത്, നമ്മുടെ സമൂഹവും ഇതിനകത്തൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കണം. മനസ്സിലായില്ലേ നമ്മൾ മനുഷ്യരല്ല. അടുത്തുള്ള ഇതേപോലെ വന്ന് കയറി ഇറങ്ങി പോവുക, ഒരുത്തം ആകുന്നു. അതിൽ നമ്മൾ ഇടപെടണം നിർബന്ധമായിട്ടും. അല്ലാതെ നമ്മുടെ പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ കാണരുത്. ഇത് സമൂഹത്തിനും ഇതിനകത്ത് ബാധ്യതയുണ്ട്. എല്ലാവരും കൂടെ എന്തായാലും ശരി ഈ കുഞ്ഞിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല.